ഈ അച്ഛനമ്മയൊക്കെ എന്താണ് പറഞ്ഞത്? വീട്ടിൽ പാമ്പ് കയറി വരുമെന്ന് പറഞ്ഞു. എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്, മറ്റൊരു പുതിയ വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരാണ്. നമ്മുടെ ഈ ഒരു ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ലോക മലയാളികളിലെ തന്നെ ഒരു അത്ഭുത ബാലികയെ തേടിയാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. എൻ്റെ അത്ഭുത ബാലികയുടെ വീട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടണ്ടേ അത്ഭുത ബാലികയെ? അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അത്ഭുത ബാലികയാണ് എന്നോടൊപ്പം ഉള്ളത്. മോളുടെ പേരെന്ന് പറയുന്നത് ശ്രുതി സാന്ദ്ര എന്നാണ്. അപ്പം മോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുക? ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? SNV ഗേൾസ് ഹൈസ്കൂൾ. SNV ഗേൾസ് ഹൈസ്കൂൾ പരവൂര്. വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശ്രുതി സാന്ദ്ര മോള് അത്ഭുത ബാലിക എന്ന് വിളിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? മോള് ആ ഒരു അത്ഭുതം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്, കാണിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. സൂപ്പർ 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 സൂപ്പർ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ശ്രുതി സാന്ദ്ര മോളുടെ ഒരു അത്ഭുതമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് ഈ അടുത്ത് തന്നെ വലിയൊരു റിവാർഡൊക്കെ മോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? എന്താണ് ആ റിവാർഡ്? അത് വിസിൽ മാരത്തോൺ എന്ന് പറയുന്നൊരു മത്സരം ഉണ്ടായിരുന്നു, വേൾഡ് ഓഫ് വിസിലേഴ്സിൻ്റെ. അപ്പോൾ അതിൽ 10 ദിവസം വിസിലടിച്ച് ഓരോ പാട്ടുകൾ വീതം പാടണം, എന്നിട്ട് ഫൈനൽ ലൈവായിട്ട് പാടണം. അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മലയാളികളായിട്ടുള്ള എല്ലാ വിസിലേഴ്സും ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഫൈനലിൽ വിജയിയായത്. സമ്മാനമൊക്കെ തന്നാരാ? ഫസ്റ്റ് പ്രൈസ് ഒക്കെ തന്നതാരാ? അത് അഫ്സൽ സാറായിരുന്നു. മലയാളത്തിൻ്റെ പ്രശസ്തനായിട്ടുള്ള ഗായകൻ ശ്രീ അഫ്സലിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു സമ്മാനം അല്ലേ, ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടിയത്. മെഡലും സർട്ടിഫിക്കറ്റുമാണ്. ഈ ഒരു മെഡലാണ് മോക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഈ ഒരു മാരത്തോൺ മത്സരത്തിൽ കിട്ടിയത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് വിസിൽ ചെയ്ത് ആ ഒരു കഴിവ് കണ്ട് തന്നെ കിട്ടിയതാണല്ലേ? അപ്പം ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു നിമിഷം വളരെ സന്തോഷമായിരുന്നു. ഈ ഒരു വിസിലിങ് ഒരു പാഷനായത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എത്ര നാളായി? അത് കോവിഡ് ആയിരുന്ന സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു എങ്ങനെയാണ്? അത് വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ബോറടിച്ച് അങ്ങനെ വിസിലടിച്ച് നോക്കി. ആദ്യമൊക്കെ അച്ഛനമ്മ ഓട്ടിച്ചിടുമായിരുന്നു. പിന്നെ നന്നായിട്ട് കരക്കയോടൊപ്പം പാടിയപ്പോൾ ഇപ്പൊ നല്ല സപ്പോർട്ട്. ആദ്യം വിസിൽ ചെയ്യുമ്പോഴത്തേക്ക് അച്ഛനമ്മയൊക്കെ എന്താണ് പറഞ്ഞത്? വീട്ടിൽ പാമ്പ് കയറി വരുമെന്ന് പറഞ്ഞു വിസിൽ പാവം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ശ്രുതി സാന്ദ്ര മോള് ഒരു അടിപൊളിയായിട്ട് പാടുന്ന ഒരു സിംഗറും കൂടിയാണ്. ഒരു പ്രോഗ്രാമിന് നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഒരു പ്രോഗ്രാമൊക്കെ, ഒരു മാരേജ് റിസപ്ഷൻ പ്രോഗ്രാമിനൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഡ്യുവറ്റ് സോങ് ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഗായിക കൂടിയാണ്. അതുകൊണ്ടാണോ ഈ ഒരു വിസിലിങ്ങിലേക്ക് ഒരു താല്പര്യം വന്നത്? ആണ്. ഓക്കെ. വൈറൽ താരം തന്നെയാണ് നമ്മുടെ ശ്രുതി സാന്ദ്ര മോള്. ഇത്രയും ഒരു പ്രൈസൊക്കെ കിട്ടി ഒരു ചാനലുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ടോ? അപ്പം നേരത്തെ സിംഗറായിട്ട് മാത്രമായിരുന്നു, ഇപ്പം വിസിലിങ്ങിൻ്റെ തന്നെ സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ ശ്രുതി സാന്ദ്ര മോൾക്ക് വരുന്നുണ്ട് അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുപാട് പ്രോഗ്രാംസ് ഇട്ടിട്ടെ. ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ശ്രുതി സാന്ദ്ര മോളെ വിളിച്ചൊരു പ്രോഗ്രാം ചെയ്താൽ എന്തായാലും നഷ്ടമാകത്തില്ല. കാരണം അടിപൊളി ഒരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് പ്രൈസായി കിട്ടിയ സമയത്ത്, ഫസ്റ്റായി കിട്ടിയ സമയത്ത് അച്ഛനമ്മ എന്ത് പറഞ്ഞു?
മിടുക്കി എന്നൊക്കെ പറഞ്ഞു. വീട്ടിലെ സപ്പോർട്ടൊക്കെ പറഞ്ഞു. സ്കൂളിൽ പിന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സ്കൂളിലെ ആദരവ് ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് കിട്ടിയതിനു ശേഷം. അച്ഛനമ്മയും പരിചയപ്പെടണ്ടേ? അച്ഛനമ്മ നമുക്കറിയാം, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണ്ടേ അല്ലേ? അവരെയും കൂടെ വിളിക്കാമല്ലേ നമുക്ക്? അതിനു മുമ്പ് നമുക്കൊരു പാട്ടും കൂടെ പാടിയല്ല, ഒരു വിസിലിയും കൂടെ. അച്ഛനമ്മയും അവർ റെഡിയായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരു സോങ് കൂടെ പോയാലോ? നമുക്കിനി അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് ശ്രുതി സാന്ദ്ര മോളുടെ മാതാപിതാക്കളെയും അതേപോലെ സഹോദരിയുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ശ്രുതി സാന്ദ്ര മോളുടെ അച്ഛനാണിത്. ചേട്ടാ പേരെന്ന് പറയുന്നത് സജിത്ത് എന്നാണ്. പേര് സജിത്ത് സാന്ദ്ര. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ നല്ല ഒരു മ്യൂസിക് ഡയറക്ടറാണ്, നല്ലൊരു കീബോർഡിസ്റ്റാണ്, അപ്പോൾ അതിലുപരിയായിട്ട് നല്ലൊരു ഗായകൻ കൂടിയാണ് അല്ലേ ചേട്ടാ? അപ്പോൾ നമ്മളൊരുമിച്ചൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അമ്മയുടെ പേരെന്താണ്? എൻ്റെ പേര് സുമ എന്നാണ്. ഇത് ചേച്ചിയാണല്ലേ ശ്രുതി സാന്ദ്രയുടെ? പേരെന്താ മോളെ? സ്നേഹസാന്ദ്ര എന്നാണ്. അപ്പോൾ നമുക്ക് അച്ഛനും എന്നുള്ള നിലയ്ക്ക് എന്താണ് മോളുടെ ഈ ഒരു അംഗീകാരം കിട്ടിയില്ലൊക്കെ ഒരു പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. സമ്മാനം കിട്ടാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അച്ഛൻ എന്നുള്ള നിലയ്ക്ക്, പിന്നെ സംഗീത രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വിസിലിലേക്ക് ഉള്ള പോക്ക് തീർച്ചയായിട്ടും സ്വന്തം അവളുടെ മാത്രം ഒരു കഴിവാണ്. അതിനകത്ത് ഞാനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പാട്ടുകളുടെ ടൂണുകളും മറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും എനിക്ക് വിസിലടിക്കാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ തന്നെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം വിസിലിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അതൊക്കെ ശരിയാണ്. കാരണം ഇതിൻ്റെ തുടങ്ങിയ സമയത്ത് ആദ്യകാലങ്ങളിൽ ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ഇവള് വെറുതെ വീടിനകത്ത് പുറത്തൊന്നും പോകാതിരിക്കുന്ന ആ ഒരു സമയമാണല്ലോ. അപ്പോൾ ഇവള് ടൈം പാസിന് ഇങ്ങനെ വിസിലൊക്കെ ഇങ്ങനെ അടിച്ച് തരും. അപ്പോൾ നമ്മുടെ ചെവിയുടെ അടുത്തൊക്കെ ഒന്ന് ഇങ്ങനെ വിസിലടിച്ച് നമ്മളെന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമ്പോഴത്തായിരിക്കും ചെവിയുടെ സൈഡിലൊക്കെ ഒന്ന് വിസിലടിച്ച് പാടുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാനത് എത്രത്തോളം ഗവനിച്ചില്ല. അവൾ സീരിയസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവളത് വളരെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായില്ല. ഷൗട്ട് ചെയ്ത് ഓടിച്ചിട്ടുണ്ട് ഒക്കെ ദൂരെ, ചെവി ഇറിറ്റേറ്റ് ചെയ്യാതെ എന്ന് പറയുന്നത്. പിന്നീട് അത് മനസ്സിലായത് അവൾ കൂടുതൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ശ്രുതിശുദ്ധമായിട്ട് പാടുന്നു മനസ്സിലായി. പിന്നെ ഇപ്പോൾ കരോക്കെ കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിലൊക്കെ പാടുന്നു എന്നൊക്കെ മനസ്സിലായപ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ സ്വന്തം കയ്യിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയതെല്ലാം ശരിക്കും ആ വിസിലിൽ ഡെവലപ്പ് ചെയ്ത് വന്നാണ് സ്വന്തം എഫർട്ടും അവളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള കഴിവ്. അതിനകത്ത് നമുക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പാട്ടോ കീബോർഡോ ടൂണോ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ വിസിലിൻ്റെ ടെക്നോളജി എല്ലാം സ്വന്തമായിട്ട് ഇപ്പോൾ ഈ മണ്ണിലെന്ത് കാതലെന്ത്രി എൻട്രി എന്നുള്ള ആ പാട്ടിൽ തന്നെ ഈ വിറത്ത്ലെസ്സായിട്ട് ഉള്ള സംവിധാനമൊക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്, ഇതിൻ്റെ എടുത്താണ്. അപ്പം അതിൻ്റെ അനുപല്ലവി എണ്ണയിലാവും ആ ഭാഗമൊക്കെ എനിക്കും അറിയത്തില്ലായിരുന്നു എങ്ങനെയായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ ഈ ഒരു ടെക്നോളജി അവൾ ഉപയോഗിക്കുന്ന രീതിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ആ ട്രിക്ക് മനസ്സിലായത്. മലരേ മൗനമാ മൗനമേ വേദമാ.
മലരേ മൗനമാ മൗനമേ വേദമാ പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ ഏതോ സുഖം ഉള്ളൂറുതേ ഏതോ സുഖം ഉള്ളൂറുതേ വിരൽകൾ തൊടവാ മാർബോടു കൺകൾ മൂടവാ മലരേ മൗനമാ അമ്മ എന്താ ഉണ്ടായിരിക്കുന്നത്? അമ്മ പറഞ്ഞു ഈ ഒരു വിസിലിങ്ങിലേക്ക് വന്നതിന് ശേഷം മോള് പാടും, നല്ലപോലെ പഠിക്കും, അതുപോലെ ചേച്ചി ഡാൻസ് എന്നൊക്കെ ശ്രുതി സാന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു സപ്പോർട്ട് ഇതിൽ? പാട്ടെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണത് ഞാനായിരുന്നു. ചെറുതിലെ പാടും, അതുകൊണ്ട് പിന്നെ ഈ വിസിൽ ചെയ്യാനും അതൊരു എളുപ്പമായി. പിന്നെ മോളെ പാട്ട് പഠിപ്പിക്കുന്നത് സതീഷ് സാറാണ്. സാറ് നല്ല സപ്പോർട്ടാണ് ചെയ്തത്. ചിറക്കലുള്ള സതീഷ് സാറാണ് പാട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഒരു സംഘടനയെ ചേർന്ന് പറഞ്ഞില്ലേ, വേൾഡ് വിസിലേഴ്സ്, അപ്പോൾ അവിടെ നല്ല സപ്പോർട്ടാണ്. അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് മോക്ക്. അതിലേക്ക് എൻട്രി നേരിട്ടായിരുന്നു? അങ്ങനെ വീണയാണ് നമ്മുടെ ആ ഒരു പരിചയപ്പെടുത്തുന്നത്. സിംഗർ വീണയാണ് നമ്മളതിൽ പരിചയപ്പെടുത്തുന്നത്. കടയ്ക്കുള്ള ഒരു സിജു കടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു അണ്ണനാണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന അമ്മയാണ്. ചേച്ചി എന്താ പറയുക? ചേച്ചി ഒന്ന് പോയി ഇതൊക്കെ കേട്ടിട്ട് എന്താ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമോ? അത് സപ്പോർട്ട് ചെയ്യുമോ? എന്താണ് സപ്പോർട്ട് ചെയ്യും? അഭിപ്രായങ്ങളൊക്കെ പറയുമോ? അല്ലെ അവിടെ ശരിയായാലും നന്നാവാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാണ്ട് എന്തെങ്കിലും? പാട്ടുമായിട്ടൊന്നും അറിഞ്ഞൂടാത്തൊന്നും പറയാൻ പോകത്തില്ല. ഒന്നും പറയാൻ പോകത്തില്ല. ഭയങ്കര ഡാൻസർ ആയിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡാൻസ് ഒന്നും. എത്ര ക്ലാസ്സിൽ പഠിക്കുക? പ്ലസ് ടു എന്നാണ്. ഓക്കെ. ഈ ഒരു അംഗീകാരം കിട്ടി. അപ്പൊ അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. മോള് പറഞ്ഞായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ എൻക്വയറി ചേട്ടാ? എൻക്വയറി ഒക്കെ ഉണ്ട്. പ്രോഗ്രാംസിലെ ഒരു ഈ ഫ്യൂഷൻ പോലെ ആവശ്യക്കാർ വരണം, നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രോഗ്രാം ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ? സന്തോഷമല്ലേ പ്രോഗ്രാമുകൾ? കൂടുതൽ പ്രോഗ്രാമൊക്കെ വരട്ടെ അല്ലേ? വിസിൽ മാരത്തോണിൽ 1ാം സ്ഥാനം നേടിക്കൊടുത്ത ആ ഒരു ഗാനം ഏതാണ്? മണ്ണിലിന്ത കാതൽ അല്ലേ? മണ്ണിലിന്ത കാതൽ എന്നുള്ള ഒരു സോങ് നമുക്ക് ശ്രുതി സാന്ദ്ര മോളിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നിമിഷത്തിൽ വിസിൽ ചെയ്യുകയാണ്. നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഇനിയും പ്രോത്സാഹനം ഉണ്ടാവണം. മുകളിലിട്ട് വളർന്നു പോകാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ, പ്രത്യേകിച്ച് അവളുടെ ഭാവി. അപ്പോൾ ഒരുപാട് അംഗീകാരങ്ങളാണ് മോളെ തേടി ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് അംഗീകാരങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് 100% ഒരു അത്ഭുത ബാലിക എന്ന് തന്നെ പറയാം. കാരണം സ്വയമേ ഈ ഒരു വിസിലിംഗ് രംഗത്തേക്ക് വരികയും ഇത്രയേറെ അംഗീകാരങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്ത ഒരു അത്ഭുത ബാലിക തന്നെയാണ് നമ്മുടെ ശ്രുതി സാന്ദ്ര മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ ഇനിയും തേടി വരട്ടെ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശ്രുതി സാന്ദ്ര മോളുടെ ഈ ഒരു ടാലൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിറഞ്ഞ ഒരു സപ്പോർട്ട് മോൾക്ക് കൊടുക്കണം. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക. മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയും വ്യത്യസ്തമായിട്ടുള്ള വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ. എങ്ങനെയാണ്? എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ. காற்றை போல வந்து கண்கள் மெல்ல திறந்தே பூவே என்னை தள்ளாதிரு, பூவே என்னை தள்ளாதிரு, உயிரின் உயிரே மலரே மௌனமா மௌனமே வேதமா. மலரே